Welcome to Commerce Tutorial with Dr. Ronnie Jane Raju, Agent and Principle, which comes under Law of Agency. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോ ഓഫ് ഏജൻസി. നമുക്കറിയാം, ഇന്നത്തെ ഈ പുതിയ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വളരെ ബിസി ആയിട്ടുള്ള ഒരു ലോകത്തിൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു റൺ എ ബിസിനസ് alone or doing a business without taking the help of others. അല്ലേ? പല ആളുകളും നമ്മളെ പല രീതിയിൽ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ള പല ആളുകളുടെയും സഹായങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ സഹായങ്ങൾ സ്വീകരിക്കുമ്പോൾ വി ഹാവ് ടു ഡെലിഗേറ്റ് സം ഓഫ് അവർ പവേഴ്സ് ടു സം അതർ പേഴ്സൺസ്. റൈറ്റ്? ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ, നമ്മൾ സൂപ്പർമാനൊന്നും അല്ല എല്ലാ കാര്യങ്ങളിലും ഓടിച്ചാടി ചെയ്യാൻ. പലപ്പോഴും പല ആളുകളെയും ആശ്രയിച്ച് മാത്രമേ നമ്മുടെ റിയൽ സെൻസിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഡിപ്പെൻഡ് സം അതർ പീപ്പിൾ. ചുമ്മാ ഡിപ്പെൻഡൻസ് അല്ല, അവർക്കത് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. അല്ലേ? നമുക്ക് വേണ്ടി ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമെങ്കിൽ വി ഹാവ് ടു ഡെലിഗേറ്റ് സം ഓഫ് അവർ പവേഴ്സ് ടു അതർ പീപ്പിൾ. So when we delegate our power or our right to some another person, that another person is called agent. മനസ്സിലായോ? അപ്പം നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ പവർ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ മറ്റൊരു വ്യക്തി എന്ന് പറയുന്ന ആളാണ് ഏജൻറ്റ്. സോ ഹൂ ഇസ് എ പ്രിൻസിപ്പൽ? നമ്മളാണ് പ്രിൻസിപ്പൽ. നമ്മൾ വേറൊരു വ്യക്തിക്ക് നമ്മുടെ പവറിൻ്റെ ഒരു കുറച്ച് ഭാഗം കൊടുക്കുമ്പോൾ ആ പവർ കിട്ടുന്ന വ്യക്തി ഏജൻറ്റും നമ്മൾ എന്തുമായി മാറുകയാണ്? പ്രിൻസിപ്പളുമായി മാറുകയാണ്. So who is an agent? An agent is a person who is employed to do an act for another or to represent another in dealing with third parties. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എംപ്ലോയ് ചെയ്യുകയാണ്, എന്തോ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ മറ്റുള്ളവരുടെ തേർഡ് പാർട്ടീസിന് മുൻപിൽ ഇന്ന ആളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ we can call him as an agent. And the person for whom such an act is done or who is represented, ആർക്ക് വേണ്ടിയാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ആരാണോ റെപ്രസെൻ്റ് ആകുന്നത്, ആർക്ക് വേണ്ടിയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, and that person is called principal. So who is an agent? An agent is a person who is employed to do an act for another or to represent another in dealing with third parties. Third parties-ഉമായിട്ടുള്ള മുമ്പിൽ ഒരു മറ്റൊരു വ്യക്തി റെപ്രസെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ആർക്ക് വേണ്ടിയാണോ ഒരു കാര്യം ചെയ്തത്, and that person is called as principal. Right? അപ്പോൾ ഏജന്റ് ആരാണ്? An agent is a person who is employed to do an act or to represent another in dealing with the third parties. അപ്പം എസെൻഷ്യൽ അല്ലെങ്കിൽ ലോ ഓഫ് ഏജൻസിയിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെയെങ്കിൽ ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്. ആരാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തി മീൻസ് ദ പേഴ്സൺ who is represented or who the person who is going to represent is called an agent. The person who is represented is called a principal. അപ്പം നമ്മളൊരു വ്യക്തി മറ്റൊരു വ്യക്തി വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, അയാളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിയാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഏജൻസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഏജൻസിയുടെ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ വെറുതെ തേർഡ് പാർട്ടീസിന് മുമ്പിൽ എന്തെങ്കിലും ചെയ്തോളൂ, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിന് മുമ്പിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏജൻസി ആവത്തില്ല. അവിടെ പറയുന്നത് പ്രിൻസിപ്പലിൻ്റെ അധികാരം, അയാളുടെ അതോറിറ്റി അയാൾ എന്ത് ചെയ്യണം? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം ഏജൻറ്റിലേക്ക്. എങ്കിൽ മാത്രമേ അതൊരു ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഏജൻ്റായിട്ട് മാറത്തുള്ളൂ. So who is an agent? An agent is a person who is employed to do an act for another. He is a person he is employed to do a particular act for another or to represent another in dealing with the third parties. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എംപ്ലോയ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ that person is called an agent. The person for whom such an act is done or who is represented, it is called a principal. സെക്ഷൻ 182-ലൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 182-ലാണ് ലോ ഓഫ് ഏജൻസിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറാണ് ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം.
അപ്പം ഏജൻസിയുമായി ബന്ധപ്പെട്ട് 2 റൂളുകളാണുള്ളത്, പ്രധാനപ്പെട്ട. ദർ ആർ 2 റൂൾസ് ഓഫ് ഏജൻസി. നമ്പർ 1 റൂൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് എന്തൊക്കെ പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒരു ഏജൻറ്റിനെ കൊണ്ടും ചെയ്യാൻ സാധിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മറ്റൊരു വ്യക്തിയെ കൊണ്ടും ചെയ്യാൻ സാധിപ്പിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കുന്ന ഏജൻറ്റിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു, ഞാൻ തന്നെ സ്വയം വിവാഹം കഴിക്കുന്നത്. ജോലിക്ക് പോകുന്നത് ഞാൻ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പറയുന്നത്, നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഒരു ഏജൻറ്റിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ 2 എക്സംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സംഷൻ, വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഏജൻറ്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു പബ്ലിക് ഓഫീസിൽ നമ്മൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ 2 എക്സെപ്ഷൻസ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും വി ക്യാൻ അപ്പോയിൻറ്റ് ആൻ ഏജൻറ്റ്. ഓക്കെ. സെക്കൻഡ് വൺ, എപ്പോഴും ഓർക്കുക, he who doesn't act through another does it by himself. ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി, ദാറ്റ് മീൻസ് വെൻ ആക്ഷൻ ഓഫ് ആൻ ഏജൻറ്റ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ ഇസ് കൺസിഡർഡ് ആസ് ദി ആക്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ. ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നോർമൽ സെൻസിൽ ആരുടെ പ്രവൃത്തികൾക്ക് തന്നെ, ആര് പ്രവൃത്തി ചെയ്യുന്നത് പോലെ തന്നെ തുല്യമാണ് പ്രിൻസിപ്പിൾ. ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രിൻസിപ്പിൾ ചെയ്യുന്നത് പോലെ തന്നെ തുല്യമാണ്. ദ ആക്ട്സ് ഓഫ് ആൻ ഏജൻറ്റ് ഈസ് same as that of acts of the principal. So these are the 2 different rules of agency. The next comes, what are the essentials of an agency? Agency ആകണമെങ്കിൽ, ഏജൻസി law of agency section 182 പ്രകാരമുള്ള ഏജൻസി ആകണമെങ്കിൽ what are the essential? The number 1 essential is the principal should be competent to enter into a contract. ഒരു ഏജൻറ്റ് വാലിഡ് ആകണമെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ദ ഫസ്റ്റ് റിക്വസിറ്റ് ഈസ് ദാറ്റ് ദ പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അങ്ങനെ കോമ്പീറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ആ ഏജൻസി വാലിഡായി മാറത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അങ്ങനെയെങ്കിൽ മാത്രമേ ദർ അറൈസ് എ കോൺട്രാക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദി തേർഡ് പാർട്ടീസ്. നമുക്കറിയാമല്ലോ കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്. മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. സോ പ്രിൻസിപ്പിൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ പ്രിൻസിപ്പിൾ കോമ്പീറ്റൻ്റ് ആകണമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അതേ രീതിയിൽ തന്നെ ഞാൻ പറയുന്നത്, എനി പേഴ്സൺ ക്യാൻ ബിക്കം ആൻ ഏജൻറ്റ്. ഏജൻസിയുടെ കേസിൽ അങ്ങനെ ഒരു കോമ്പീറ്റൻസി പറയുന്നില്ല. മേജർ ആകണമെന്നും പിന്നെ സോൾവെൻറ്റ് മൈൻഡ് ആകണമെന്നും ഡിസ്ക്വാളിഫൈ ചെയ്ത ആളാകാൻ പാടില്ല എന്നും കണ്ടീഷൻസ് ഒന്നും. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ദ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദി ഏജൻറ്റ് ഈസ് the competency of an agent is immaterial. എനി പേഴ്സൺ ക്യാൻ ബിക്കം ആൻ ഏജൻറ്റ്. പക്ഷേ എപ്പോഴും ഓർക്കണം, അങ്ങനെ വെച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാ വ്യക്തികൾക്കും ഏജൻറ്റ് ആകും? അപ്പോൾ ഏജൻറ്റിന് കപ്പാസിറ്റി വേണ്ടായോ? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന കേസിലുള്ള കോമ്പിറ്റൻസി ഇയാൾക്ക് വേണ്ടായോ? അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, നോർമലി ഏജൻറ്റിന് പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റികൾ ഉണ്ടാകുന്നില്ല. ഏജൻറ്റ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിളിന് വേണ്ടിയാണ്. അപ്പോൾ പ്രിൻസിപ്പിളും തേർഡ് പാർട്ടിയും കൂടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലയബിലിറ്റി ഉണ്ടാകുന്നത് പ്രിൻസിപ്പിളാണ്, ഏജൻറ്റിനല്ല പ്രിൻസിപ്പിൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വിൽക്കാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ സമീപിച്ച്, ബ്രോക്കറാണ് എൻ്റെ വണ്ടി വിൽക്കുന്നതെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ബ്രോക്കറിനല്ല അതിൻ്റെ ഉത്തരവാദിത്തം, അല്ല യഥാർത്ഥ ഓണർക്ക്. വിവാഹം നമ്മൾ നടത്തുമ്പോൾ ബ്രോക്കറിനെ വെച്ചാണെങ്കിൽ വിവാഹത്തിന് ഡൈവോഴ്സ് നോട്ടീസ് അയക്കുന്നത് ബ്രോക്കറിനല്ലല്ലോ, അല്ല വിവാഹം കഴിച്ചവർ തമ്മിലല്ലേ. അല്ല അവർ തമ്മിലുള്ള പൊരുത്തക്കേട് ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിലല്ലേ പിരിയുന്നത്, ബ്രോക്കറുമായിട്ടല്ലല്ലോ പിരിയുന്നത്. സെയിം സെൻസ്. അപ്പം എനി പേഴ്സൺ ക്യാൻ ബിക്കം എ ഏജൻറ്റ്, ബട്ട് പ്രിൻസിപ്പിൾ എപ്പോഴും എന്തായിരിക്കണം? കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അതുപോലെ മറ്റൊരു കൺസിഡറേഷൻ എസെൻഷ്യൽ അല്ല. നമ്മളെപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ലോ ഓഫ് കോൺട്രാക്റ്റിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദർ ഷുഡ് ബി സം കൺസിഡറേഷൻ. ബട്ട് നമ്മൾ ഏജൻസിയുടെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇറ്റ്സ് നോട്ട് നെസസറി. സോ ദിസ് ഈസ് അബൌട്ട് ഏജൻസി. ഞാൻ ഏജൻസിയുടെ കുറേ ബേസിക്കാണ് പറഞ്ഞത്. വാട്ട് ഈസ് ആൻ ഏജൻറ്റ്, ഹൂ ഇസ് ആൻ ഏജൻറ്റ്, ഹൂ ഇസ് എ പ്രിൻസിപ്പൽ, ഏജൻസിയുടെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നോർമലി ഏജൻറ്റ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏജൻറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സെർവൻറ്റ്. ഏജൻറ്റ് ഒരു സെർവൻ്റ് ആണോ? അല്ല. Agency is not a servant. An agent is not a servant. There are lot of difference between an agent and a servant.
എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹു ഇസ് ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ വിച്ച് ഇസ് എംപ്ലോയിഡ് ഫോർ ക്രിയേറ്റിംഗ് എ കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൾ ആൻഡ് ദി തേർഡ് പാർട്ടി. പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഏജൻറ്റ്. അതേസമയം സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സെർവൻറ്റിൻ്റെ മുകളിലുള്ളത് പ്രിൻസിപ്പളല്ല, മാസ്റ്ററാണ്. മാസ്റ്ററും സെർവൻറ്റുമാണ്. മാസ്റ്ററിന് വേണ്ടി എന്തോ മറ്റ് ജോലി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സെർവൻറ്റ്. അയാൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സെർവൻറ്റിനില്ല. മാസ്റ്റർ എന്തു പറയുന്നു, മാസ്റ്റർ പറയുന്ന കാര്യം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് സെർവൻറ്റ്. പക്ഷേ ഏജൻറ്റ് അങ്ങനെയല്ല. പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഏജൻറ്റ് എന്ന് പറയുന്നത്. This is the first difference. Second one, the principal direct an agent to do a particular thing, but he does not insist on how to do it, whereas the master insists to do a particular thing and he also tells how to do that thing. മനസ്സിലായോ? ഏജൻറ്റ് ഒരു കാര്യം ചെയ്യാനോ ഏജൻറ്റിനോട് പ്രിൻസിപ്പൾ ഒരു കാര്യം ചെയ്യാനേ പറയത്തുള്ളൂ, ഇന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറയത്തില്ല. ഹി ഹാവ് ദ ഡിസ്ക്രിഷൻ, ഏത് രീതിയിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേസമയം സെർവൻ്റ് അങ്ങനെയല്ല. ഇപ്പം സെർവൻറ്റിൻ്റെ അടുത്ത് മാസ്റ്റർ പറയും നീ ഇന്ന കാര്യം ചെയ്യേ, അതുപോലെ തന്നെ ഇന്ന രീതിയിൽ ചെയ്യാൻ പറയും. ദിസ് ഇസ് ആണ് ദ ഡിഫറൻസ്. ഓക്കെ. The third one, agent has received instruction from the principal, but നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ but he is free to carry out according to his own discretion, whereas master not only merely instruct but also control in which the instructions are carried out. That is, he is under the full control over the control under the master. ഏജൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജൻറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ബട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏജൻറ്റിന് പ്രിൻസിപ്പൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ബട്ട് ഏജൻറ്റിന് ഏത് രീതിയിൽ വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല സെർവൻറ്റിൻ്റെ കേസിൽ. ഏജൻറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിൽ സെർവൻറ്റിന് മാസ്റ്റർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിൽ മാത്രമല്ല, മാസ്റ്റർക്ക് അയാളുടെ മേൽ കൺട്രോൾ ചെയ്യാൻ, പറഞ്ഞിരിക്കുന്ന പോലെ രീതിയിൽ മാത്രമേ അയാൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മാസ്റ്ററിൻ്റെ ഇമ്മീഡിയറ്റ് കൺട്രോളിലാണ് ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇമ്മീഡിയറ്റ് കൺട്രോളിലാണ് സെർവൻറ്റ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഏജൻസിയുടെ കേസിൽ അങ്ങനെ അല്ല. പിന്നെ മെയിൻ ഡിഫറൻസ് നമുക്കറിയാം, ഏജൻറ്റ് റിസീവ്സ് കമ്മീഷൻ ബട്ട് സെർവൻറ്റ് റിസീവ് വേജസ് ഓർ സാലറി. ഓക്കെ. അനദർ വൺ ഈസ്, ഒരു ഏജൻറ്റിന് ഒന്നിൽ കൂടുതൽ പ്രിൻസിപ്പളിൻ്റെ ഏജൻറ്റുകളായിട്ട് ഒരേ സമയം പ്രവർത്തിക്കാം, ബട്ട് ഒരു സെർവൻറ്റിന് അറ്റ് എ ടൈം ഹി മസ്റ്റ് ഹാവ് ഓൺലി വൺ മാസ്റ്റർ. അല്ലേ, ഒരു മാസ്റ്ററെ കാണത്തുള്ളൂ ഒരു സെർവൻറ്റിന്. ബട്ട് ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്, ആൻ ഏജൻറ്റ് ക്യാൻ ബിക്കം എ മാസ്റ്റർ, എ പേഴ്സൺ ക്യാൻ ബിക്കം ആൻ ഏജൻറ്റ് ഓഫ് സെവറൽ പ്രിൻസിപ്പൽസ്, ബട്ട് അറ്റ് എ ടൈം എ സെർവൻറ്റ് ഹാവ് ഓൺലി വൺ മാസ്റ്റർ. റൈറ്റ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഏജൻറ്റ് ആൻഡ് സെർവൻറ്റ്. സോ നമ്മൾ ഏജൻറ്റും സെർവൻറ്റും എന്നൊക്കെ പറഞ്ഞു, ഏജൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എസെൻഷ്യൽസ് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ ആൻ ഏജൻസി ക്യാൻ ബി ക്രിയേറ്റഡ്. ഒരു ഏജൻറ്റിനെ എങ്ങനെയാണ് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ഏജൻസി, ലൈക്ക് agency by express agreement, agency by implied agreement, agency of estoppel, agency by holding out, agency by necessity, agency by ratification and all. Agency by express agreement or agency by implied agreement, നമുക്കതറിയാവുന്ന ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാവും എന്താണ്. എക്സ്പ്രസ് മീൻസ് ഓറൽ ഓർ റിട്ടൺ. വെൻ ആൻ ഏജൻറ്റ് ഈസ് അപ്പോയിൻറ്റഡ് by words, oral, that means by the words or spoken or written, it is called agency by express agreement. അപ്പം ഒരു വ്യക്തി ഒരു പ്രിൻസിപ്പിൾ വന്നിട്ട് ബൈ സ്പോക്കൺ വേർഡ്സോട് കൂടി അല്ലെങ്കിൽ എഴുതി ഒരു പറഞ്ഞ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം, അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കൊടുത്ത് വേണമെങ്കിൽ എഴുതി അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ ഇന്ന മുതൽ ഇന്നാളെ എൻ്റെ ഏജൻറ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് സ്പോക്കൺ പറഞ്ഞ് അല്ലെങ്കിൽ ബൈ റൈറ്റിംഗിൽ എഴുതി കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിന് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. രണ്ടാമത്തത് ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ. ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഏജൻസി ബൈ ഇംപ്ലൈഡിനർത്ഥം നമുക്കറിയാം ബൈ ആക്ട് ഓർ കോണ്ടക്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ. ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ മുമ്പിൽ ഉള്ള പ്രിൻസിപ്പിളിന് മറ്റൊരു വ്യക്തിയോടുള്ള സമീപനത്തിൻ്റെയും മറ്റൊരു വ്യക്തിയോടുള്ള ഇടപാടിൻ്റെ ബേസിസിൽ പ്രിൻസിപ്പിളിന് തേർഡ് പാർട്ടിക്ക് തോന്നുകയാണ് ഇയാൾ ഇന്ന വ്യക്തിയുടെ ഏജൻറ്റാണ്. അങ്ങനെ ആ പ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ടാണ് മനസ്സിലാവുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്.
എക്സ് എന്ന് പറഞ്ഞ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കേണ്ടത്. എല്ലാ മാസവും 2-ാം തീയതി എൻ്റെ അടുത്ത് എക്സിൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ അടുത്ത് വന്ന് പണം റെൻറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ അതിൽ നിന്ന് വിചാരിക്കേണ്ടത്? എക്സ് എന്ന് പറഞ്ഞ ആളുടെ ഏജൻ്റാണ് എൻ്റെ അടുത്ത് റെൻറ്റ് മേടിക്കാൻ വരുന്ന മനുഷ്യൻ ആണല്ലോ. അവിടെ എന്താണ്, ഒരു പ്രവൃത്തിയാണ്. എല്ലാ മാസവും അവിടെ റെൻറ്റ് മേടിക്കാൻ നമ്മുടെ വരുന്നത് ഈ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ എന്ത് ഊഹിക്കണം? ഇറ്റ് ഈസ് ഹിസ് ഏജൻറ്റ്. അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, വാക്കാൽ എക്സ് കൂട്ടുകാരനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അയാളെ അപ്പോയിൻ്റ് അയാളുടെ പ്രവൃത്തി കൊണ്ട് അവരെല്ലാ വർഷവും എല്ലാ മാസവും ഇയാളെയാണ് വാടക കാശ് മേടിക്കാൻ വിടുന്നത്. അതിനകത്ത് പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ആൻ ഏജൻസി. This is agency by implication. That means when the authority to act as an agent is inferred from the nature of business or the circumstances or the conduct of the principal or the course of dealing between the parties. സാഹചര്യങ്ങൾ കൊണ്ട്, ബിസിനസ്സിൻ്റെ പ്രത്യേക നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ പ്രത്യേക പ്രവൃത്തി കൊണ്ട്, തേർഡ് പാർട്ടിയുമായുള്ള ബന്ധത്തിൻ്റെ നടുവിൽ നമുക്ക് നടുവിലൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് ഏജൻസി ഓഫ് എസ്തോപ്പൽ. എസ്തോപ്പൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ഫാക്ട്. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും മറ്റൊരു വ്യക്തി തടയുന്നതിന് പറയുന്ന പേരാണ് എസ്തോപ്പൽ. പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. ഒരു വ്യക്തിയെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് പറയുന്ന പേരാണ് എസ്തോപ്പൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പറയാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊണ്ട് അയാളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാര്യം, നമ്മൾ എസ്തോപ്പലിനെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്നും ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വ്യക്തി അയാളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു വ്യക്തിയെ ഒരു കാര്യം ശരിയാണെന്ന് നമ്മളങ്ങ് ബിലീവ് ചെയ്യിപ്പിക്കുക, അയാളെ കൊണ്ട് അങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. ഇന്ന കാര്യം ശരിയാണ് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തി നമ്മൾ അങ്ങ് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ പിന്നൊരു ദിവസം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചു പറയാൻ, എതിർത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. അയാളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബിയെ വിശ്വസിപ്പിക്കുകയാണ്. അയാളുടെ ഏജൻറ്റാണ്. അത് വാക്കുകൊണ്ടാകാം പ്രവൃത്തി കൊണ്ടാകാം. പിന്നെ എക്ക് ഒരിക്കലും ഈ കാര്യം തൻ്റെ ഏജൻ്റ് അല്ല എന്ന് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഏജൻസിയാണ് ഏജൻസി ഓഫ് എസ്തോപ്പൽ. മനസ്സിലായോ? എസ്തോപ്പൽ മീൻസ് പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്, പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡിനൈങ് എ ഫാക്ട്. That means when a person by his words or conduct let another to believe that a particular fact is true. ഒരു വ്യക്തി അയാളുടെ വാക്കുകൊണ്ടോ അയാളുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു വ്യക്തിയെ ഒരു പർട്ടിക്കുലർ കാര്യം ശരിയാണ് എന്ന് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഹി കാൺ ആഫ്റ്റർവേർഡ്സ് ബി പെർമിറ്റഡ് ടു ഡിനൈ ദാറ്റ് ഫാക്ട്. അതിനുശേഷം ഇത് തെറ്റായിരുന്നു എന്ന്, ഞാൻ പറഞ്ഞത് ശരി, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, by his conduct or statement make another person B to believe that the certain person C is his agent. അയാളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടോ ബിയെ വിശ്വസിപ്പിക്കുന്നു അയാളുടെ ഏജന്റ് ആണെന്ന്. എന്തിനു ശേഷം is subsequently stopped from denying that C is not his an agent. എക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു പറയാൻ പറ്റത്തില്ല തൻ്റെ ഏജന്റ് അല്ല എന്ന് എക്ക് മറുത്തു പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് കോൾഡ് ഏജൻസി ബൈ എസ്തോപ്പൽ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് ഏജൻസി ബൈ എസ്തോപ്പൽ. ഓക്കെ. Another type of method of creating agency is agency by holding out. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് ഇത് തന്നെ. ഒരു വ്യക്തി ഇപ്പം ലോക്ക്ഡൗൺ ടൈമാണ് അല്ലേ, നമുക്ക് ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരു വ്യക്തി നമ്മുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് നമ്മുടെ ഒരു കടയിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു പയ്യനെ കൊണ്ട് നമ്മൾ വീട്ടിലാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. മേടിപ്പിക്കുന്നത് കടത്തിലാണ് മേടിപ്പിക്കുന്നത്, ക്യാഷ് കൊടുത്തല്ല മേടിക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ കടച്ചെന്ന് പറഞ്ഞാൽ മതി, എനിക്കന്ന് പറഞ്ഞാൽ മതി, നീ അവിടെ എഴുതിയിട്ടോളെന്ന് പറഞ്ഞോ, ഞാൻ പൈസ ഒന്നിച്ച് തരാമെന്ന് പറഞ്ഞേക്കാം, നീ അവിടെ എഴുതിയിട്ടോളെന്ന് പറഞ്ഞോ, നീ പോയി സാധനം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു.
ഇനിയും അങ്ങനെ കുറേ എല്ലാ ആഴ്ചയിലും ഇവനെ വിട്ടു സാധനങ്ങൾ മേടിച്ചു. 4 ആഴ്ച കഴിഞ്ഞു. 4 ആഴ്ചയായിട്ട് ഇവനെ വിട്ട് ഇവൻ കടം മേടിച്ച് സാധനം മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ എത്ര എമൗണ്ടിൻ്റെ കടബാധ്യതയാണ് നമുക്കുള്ളതെന്ന്, എത്ര രൂപ നമ്മൾ പറ്റുള്ളതെന്ന് നമുക്കറിയാം. പുറത്തിറങ്ങി കഴിഞ്ഞ് പറ്റുകാശ് തീർക്കാൻ നമ്മളവിടെ ചെന്നപ്പം നമുക്ക് മനസ്സിലാവുകയാണ് നമ്മൾ മേടിക്കാൻ പറയാത്ത സാധനങ്ങളും ഇവൻ കടത്തി മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവനോട് ഓരോ ദിവസം ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളും അത് അവൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ കടത്തിൽ അവൻ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കടക്കാരനോട് പറയും, ഞാൻ പൈസ തരത്തില്ല, ഞാൻ ഈ പൈസ തരത്തില്ല, കാരണം ഇത് ഞാൻ ലിസ്റ്റിൽപ്പെട്ട സാധനമല്ലായിരുന്നു, അവൻ സ്വയം മേടിച്ച സാധനം, അവന് പൈസ തരത്തില്ല എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? because here that particular person permit another by a long course of conduct to pledge his credit for that particular purpose. അങ്ങനെയെങ്കിൽ he is bound by that act. അവൻ എന്ത് പ്രവർത്തിച്ചാലും, അവൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സാധനങ്ങൾ മേടിച്ചാലും നമ്മൾ ഉത്തരവാദിയാണ്. കാരണം നമ്മൾ മറ്റൊരു വ്യക്തിയെ നമ്മുടെ നമ്മളെ പറഞ്ഞ് നമ്മുടെ പേരിൽ കടം പറഞ്ഞ് സാധനം മേടിക്കാനുള്ള അധികാരം നമ്മളൊരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവൻ്റെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചുവാലും നമ്മൾ അതിന് ഉത്തരവാദിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഏജൻസിയാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. നോക്കിക്കേ, വെൻ എ പേഴ്സൺ പെർമിറ്റ് അനദർ ബൈ എ ലോങ് കോഴ്സ് ഓഫ് കോണ്ടക്ട്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പെർമിഷൻ കൊടുക്കുകയാണ് ബൈ എ ലോങ് കോഴ്സ് ഓഫ് കോണ്ടക്ട്, കുറേ നാളത്തെ പ്രവൃത്തി കൊണ്ട്. എന്ത് പ്രവൃത്തിയാണ്? ടു പ്ലഡ്ജ് ഹിസ് ക്രെഡിറ്റ് ഫോർ എ സർട്ടൻ പർപ്പസ്, അയാളുടെ പേരിൽ കടം മേടിക്കാനുള്ള, പ്ലഡ്ജ് ചെയ്യാനുള്ള അധികാരം. He is bound by the act of such person in pledging his credit for similar purpose, though in some cases without the previous permission of the master. ഇയാൾ എന്ത് മേടിച്ചാലും അത് ഉത്തരവാദിയായിരിക്കും. സ്വന്തം മാസ്റ്ററിന് പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യം മേടിച്ചാലും ഉത്തരവാദിയായിരിക്കും. ദിസ് ഈസ് എൻ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഓക്കെ, നമ്മൾ കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ പക്ഷെ നമ്മളങ്ങനെ ടൈപ്പ് ഓഫ് ഇതെല്ലാം ഈ ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. So one is agency by express, second one is agency by implication, third one is agency of estoppel. Estoppel എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ഒരു വ്യക്തി നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു വിശ്വസിപ്പിക്കും ഇതെൻ്റെ ഏജൻറ്റാണ്, പിന്നെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്താണ്? നമ്മളൊരു വ്യക്തിയെ കൊണ്ട് കുറേ നാളുകൾ കൊണ്ട് നമ്മുടെ പേരിൽ കടം മേടിച്ച് സാധനങ്ങൾ മേടിപ്പിക്കുക, ആ വ്യക്തി അവൻ്റെ ഇഷ്ടപ്രകാരം ഇത് അവൻ്റെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഏജൻസി ബൈ നെസസിറ്റി. നമ്മൾ വീട് അടച്ച് ടൂറ് പോയേക്കെന്ന് വിചാരിക്കുക. വീടടിച്ച് ടൂർ പോയപ്പോഴാണ് പോയിട്ട് വലിയ ഇടിമിന്നലുണ്ടായി. ഇടിമിന്നലോടുകൂടി നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ എന്തോ നമ്മുടെ ഫർണിച്ചേഴ്സും എല്ലാം കത്തി നശിക്കും. വീട് തീ പിടിച്ചെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? വീട് തീ പിടിച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ ഫയർഫോഴ്സിനെ വിളിക്കണം, തീ അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളവിടെ സ്ഥലത്തില്ല. നോർമലി പ്രിൻസിപ്പൾ നമ്മുടെ വീടിനോടുമ്പോൾ സ്ഥലത്തില്ല. അപ്പോൾ നാച്ചുറൽ എന്ത് ചെയ്യും? നമ്മുടെ അയൽവക്കത്തുള്ളവരും അല്ലേ, നമ്മുടെ അടുത്ത വീടുകളിലുള്ളവരും അടുത്തുകൂടി ഓടിക്കൂടി വന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് തീ അടയ്ക്കാനുള്ള സ്റ്റെപ്സ് എടുക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മളാണ് തീ അടയ്ക്കേണ്ടത്. പക്ഷേ ആരവിടെ ചെയ്തത്? നമ്മുടെ നെയ്ബേഴ്സാണ് ചെയ്തത്. ഇവിടെ അവർ നമ്മുടെ ഏജൻറ്റായിട്ടാണ് പ്രവർത്തിച്ചത്. ഇവിടെ ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് വല്ലതും ഉണ്ടാവും. നമ്മളവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ വീടിൻ്റെ തീ അടയ്ക്കൂ, ഉണ്ടോ? ഇല്ല. സാഹചര്യം വന്നപ്പോൾ, ചില എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് വന്നപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഏജൻറ്റ് അങ്ങ് ആകുകയായിരുന്നു, അല്ലേ? അവിടെ എക്സ്പ്രസ് എഗ്രിമെൻ്റ് ഇല്ല, ഇംപ്ലോയിഡ് അതോറിറ്റികളൊന്നും തന്നെയില്ല. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഏജൻസിയാണ് ഏജൻസി ബൈ നെസസിറ്റി. അവിടെ എന്തില്ല, അവിടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ലായിരുന്നു, കോൺട്രാക്റ്റുകളൊന്നുമില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അവരെന്തല്ല കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് മാറുകയായിരുന്നു. ദിസ് ഈസ് കോൾഡ് ഏജൻസി ബൈ നെസസിറ്റി. Next one is agency by ratification or ex post facto agency.
Ex post facto agency. Ratification means approval of a previous act done without authority. നമ്മുടെ സമ്മതമില്ലാതെ, നമ്മുടെ അനുവാദമില്ലാതെ ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾ പിന്നെ അനുവാദം കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് റാറ്റിഫിക്കേഷൻ. റാറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ദറ്റ് മീൻസ് അപ്രൂവൽ ഓഫ് എ പ്രീവിയസ് ആക്ട് ഡൺ വിത്തൗട്ട് അതോറിറ്റി. ചില കേസുകളിൽ ഏജൻറ്റ് അത് പ്രിൻസിപ്പളിൻ്റെ അതോറിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ പ്രിൻസിപ്പൾ പിൽക്കാലത്ത് പിന്നെ ആ കാര്യം ചെയ്തതിന് ശേഷം അതിനൊരു അധികാരം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിൽ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം. Okay, so these are the different methods of creating agency. Agency by express agreement, agency by implication, agency of estoppel, agency by holding out, agency by necessity, and agency by ratification. These are the different types of agency.